അങ്ങനെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രില്ലിൽ ജൈന്റ് സോംബി പാർട്സും അതേപോലെ സോംബി കാര്യത്തിന് പോലീസ് സ്റ്റേഷനും കാര്യത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് എന്താ ഫോൺ കാര്യത്തിൽ മെസ്സേജ് കാര്യത്തിന് നോക്കി കഴിച്ചപ്പോ ഇത് എന്താ സോംബിന്റെ തലയും കാര്യത്തിന് കഴിച്ചിട്ട് എന്താ സോംബിന്റെ പാത്രം കഴിച്ചിട്ട് വലിയ സോംബി കാര്യത്തിന് തോന്നുന്നത്. നമുക്ക് നേരെ അറിയുന്ന ബിൽഡിംഗ് ആയത് അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഫോണും കാര്യത്തിനും ബാഗൊക്കെ അടിച്ചുമ്പോൾ നേരെ ബൈക്കും കാര്യത്തിലാണ് പോയി നോക്കാം. എന്തായാലും സോംബിന്റെ താലും കാര്യത്തിന് നമ്മൾ കണ്ട് വലിയ സോംബിന്റെ താലും കാര്യത്തിൽ അപ്പൊ കണ്ട ബിൽഡിംഗ് കാര്യത്തിന് നമ്മൾ എത്തിക്കണേ. അപ്പൊ ഇതിന്റെ മുകളിലും കാര്യത്തിൽ നമ്മൾ കണ്ടപ്പോൾ എന്തെങ്കിലും കയറാൻ പറ്റുമെന്നല്ല നമുക്ക് കയറി നോക്കാം. മുകളിൽ എന്താ യാതൊരു ഐഡിയ. പക്ഷേ മുകളിൽ കാര്യത്തിന് അപ്പൊ കുറച്ചേരം വെയിറ്റ് ചെയ്തൊക്കെ എന്താ സംഭവം ഒന്നും യാതൊരില്ല. അങ്ങനെ ഞാൻ കുറച്ചേരം വെയിറ്റ് ചെയ്തപ്പോൾ എയർപോർട്ടും കാര്യത്തിന് പക്ഷേ എയർപോർട്ടിൽ ഒരു ബിൽഡിംഗ് കാര്യത്തിന് ഇവിടെ എന്താ കാര്യ കഴിച്ചപ്പോൾ നമ്മൾ കാണേണ്ട താലും കാര്യത്തിന് ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഓരോ ചലഞ്ച് ചെയ്യുമ്പോൾ അത് എയർപോർട്ടിലും കാര്യത്തിന് വരുന്നതേക്കണം. അപ്പൊ നമ്മൾ അടുത്ത ചലഞ്ച് എന്താണെന്നല്ലേ കഴിച്ച് നമുക്ക് ഡയറ്റിംഗ് കാര്യത്തിന് ബൈക്ക് എടുത്ത് നമുക്ക് നേരെ പോവാം കഴിച്ച് എന്തായാലും ഫോൺ കയറി പിന്നെ മെസ്സേജും കാര്യത്തിന് വന്നിരുന്നത് ഫോണും കാര്യത്തിൽ നോക്കുക. അടുത്ത സോംബിന്റെ ശരീരം കാര്യത്തിന് നമുക്ക് റാമ്പിന്റെ മുകളിൽ കാര്യത്തില്ല. അപ്പൊ ഇത് റാമ്പിന്റെ മുകളിൽ കയറിയാൽ മാത്രം എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നമ്മൾ അതും ചലഞ്ച് ചെയ്യാനുള്ള തയ്യാറും കാര്യത്തിനാണ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ബൈക്കും കയറാൻ റാമ്പിന്റെ അങ്ങോട്ടും കാര്യത്തിന് പറപ്പിച്ച് വിടണം. അപ്പൊ എന്തായാലും അതും കൂടെ കിട്ടിയാൽ നമുക്ക് ഇനി കൈയും അതേപോലെ കാലും കാര്യത്തിന് കിട്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് തലയും അതേപോലെ അതും കിട്ടീന്. അപ്പൊ നമുക്ക് എന്തായാലും റാമ്പിന്റെ എടുത്ത് എത്തിക്കുന്നത്. അപ്പൊ എന്തായാലും റാമ്പിന്റെ മുകളിൽ ഞാൻ സൂപ്പർ പാങ് കാര്യത്തിന് യൂസ് ചെയ്താണ് മുകളിൽ കാര്യത്തിന് കയറാൻ പറ്റുമോ നോക്കണേ. പക്ഷേ ഒരു ചാടിയില്ല. അപ്പൊ എന്തായാലും എത്തുമെന്ന് അറിയാം. പക്ഷേ പറഞ്ഞ പോലെ തന്നെ എത്തി. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയിട്ടൊന്നും കാണില്ല. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എത്തിയാലൊക്കെ നമ്മൾ നേരെ എയർപോർട്ടിലും കാര്യത്തിന് ബിൽഡിംഗ് സെറ്റ് പോലെ അതേപോലെ തന്നെ എയർപോർട്ടിൽ അതേപോലെ നമ്മൾ കണ്ട സാധനം കാര്യത്തിൽ സെറ്റപ്പ് ആക്കി. അപ്പൊ ഇത് ഫുള്ള് കണക്ഷൻ ചെയ്യില്ല തോന്നുന്നുണ്ട്. അപ്പൊ യാതൊരു ഐഡിയ. അപ്പൊ നമുക്ക് അടുത്തെങ്കിലും ഒന്ന് കിട്ടലേ നമ്മൾ വെയിറ്റ് ചെയ്ത് കണ്ടില്ല. അപ്പൊ എന്തായാലും ഇവിടുന്ന് കാര്യത്തും കാര്യത്തിനങ്ങ അതേപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ പിന്നെ മെസ്സേജും കാര്യത്തിന് വന്നപ്പോ നോക്കുക. പക്ഷെ അടുത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മമ്മിന്റെ കൈയും കാര്യത്തിനാണ്. അപ്പൊ അതും നമുക്ക് എടുക്കേണ്ടി വരും. ഇത് നമുക്ക് ചലഞ്ച് ചെയ്താൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും കുറച്ച് കഷ്ടപ്പാടുണ്ട് ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഞാൻ തയ്യാറാണ്. എന്നാലും നമുക്ക് സോംബിനെ നമുക്ക് നോക്കി നോക്കാം. അങ്ങനെ സോംബി തയ്യാറാവുന്നൊന്നും അറിയില്ല. നമ്മൾ ചലഞ്ച് ചെയ്യാൻ പോകും. കുറച്ച് പണി കാര്യത്തിന് ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ചലഞ്ചിന്റെ സ്ഥലത്ത് കാര്യത്തിനെത്തിന്. അപ്പൊ ഞാൻ ചലഞ്ച് ചെയ്ത് കണ്ടെയ്നറിന്റെ മുകളിൽ കൂടെ അങ്ങോട്ട് പോകാൻ എന്ന് ഞാൻ പോയ സ്ഥലം കാര്യത്തില്ല. അതുകൊണ്ട് ഐഡിയ ഉണ്ട് ഏകദേശം അങ്ങനെയൊക്കെ പോകേണ്ടതൊക്കെ. അപ്പൊ ഞാൻ മാക്സിമം പോകാൻ നോക്കുന്നത്. ഒരൊട്ടം കളിച്ചാൽ പറ്റുള്ളൂ. അതുകൊണ്ട് മാക്സിമം സൂക്ഷിച്ച് കളിച്ചുള്ളൂ. ബെല്ല പോകണം. എന്നാലും കുഴപ്പമില്ലാതെ അധികം സ്പീഡ് കാര്യത്തിന് എടുക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ലാതെ മാക്സിമം പോകണം. അപ്പൊ കുറച്ച് പണി കയറ്റത് കണ്ടെയ്നറിന്റെ വഴി കയറ്റിനെ. അപ്പൊ നമുക്ക് സോംബി എങ്ങനെ ആവും എന്ന് പറയാം. ബിഗ് സോംബി കാര്യത്തിനെ തോന്നുന്നത് വലുപ്പം കാര്യത്തിനെ കണ്ടിട്ട് കയ്യും താലൊക്കെ കണ്ടിട്ട് വലിയ സോംബിന്റെ മയത്തിന് നമ്മളങ്ങോട്ട് ഏറ്റവും വലുപ്പം ഉണ്ടാവുന്ന തോന്നുന്നു യാതൊരു. അപ്പൊ നമുക്ക് നേരെ ജോയിന്റ് ചെയ്താൽ മാത്രം മനസ്സിലാവും. അപ്പൊ സോംബിന് കുറെ പാർട്സും കാര്യത്തിന് കിട്ടാണ്. ഇപ്പൊ ആകെ 3 പാർട്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി ബാക്കി 2 പാർട്സ് ഒരു പാർട്സ് ഇനി കിട്ടാണ്ട്. ഇപ്പൊ യാതൊരു എങ്ങനെയൊക്കെ കിട്ടുമെന്ന് യാതൊരില്ല. നമ്മൾ കണ്ടാൽ മാത്രം മനസ്സിലാവും. അപ്പൊ എന്തായാലും നമ്മൾ ചലഞ്ച് ഏകദേശം ആ ബിൽഡിംഗ് ദൂരത്ത് കണ്ട ആ ബിൽഡിങ്ങിലും കാര്യത്തിന് നമ്മൾ കണ്ട കൈയും കാര്യത്തിലല്ല. അപ്പൊ കൈ കൂടി യോജിപ്പിച്ചാലേ മനസ്സിലാവില്ല യാതൊരു. അപ്പൊ ലാസ്റ്റ് ഒന്നായിട്ട് യോജിപ്പിച്ചില്ല. ബാക്കിയൊക്കെ കിട്ടിയിട്ട് ലാസ്റ്റ് യോജിപ്പിച്ചുമ്പോൾ മാത്രമേ സോംബിക്ക് ജീവൻ ഇല്ലാതൊക്കെ പറ്റുമോ അതേപോലെ എങ്ങനെ സംഭവിക്കലൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ നേരം മുന്നിൽ കണ്ട ബിൽഡിങ്ങിന്റെ മുകളിൽ കാര്യത്തിലാണ് കൈയിന്റെ പാർട്സും കാര്യത്തിലുള്ളത്. നമുക്ക് പോയി നോക്കിയാൽ മാത്രം മനസ്സിലാവും. അപ്പൊ കണ്ടെയ്നറിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോകണം. അപ്പൊ ചുവപ്പ് കണ്ടെയ്നർ അതേപോലെ നീല കണ്ടെയ്നർ കാര്യത്തിന്. അപ്പൊ അതിന് കറങ്ങി പോകണം. അപ്പൊ അത് പച്ച കണ്ടെയ്നർ അതേപോലെ ഒരു കളർ കണ്ടെയ്നറിന്റെ കാര്യത്തിനുണ്ട്. അപ്പൊ ഏകദേശം നമ്മൾ ഫിനിഷ് ലൈൻ കാര്യത്തിനെത്തി. അപ്പൊ ഈ കണ്ടെയ്നർ കാരണം ബിൽഡിങ്ങിന്റെ മുകളിലും കാര്യത്തിന് പക്ഷേ പറഞ്ഞ പോലെ തന്നെ സ്ഥലത്തും കാര്യത്തിന്. അപ്പൊ ഇവിടെ നമ്മൾ കൈയും കാര്യത്തിന് കാണില്ല. ഇപ്പൊ നമ്മൾ എത്തിയാൽ മാത്രം നമ്മളെ ബിൽഡിംഗ് കാര്യത്തിന് നോക്കണം. അപ്പൊ അതേപോലെ തന്നെ ബിൽഡിംഗ് കാര്യത്തിന്. അപ്പൊ ഇവിടെ അതേപോലെ തന്നെ കൈയും കാര്യത്തിന് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഏകദേശം കാര്യത്തിന് ഫിറ്റ് ചെയ്തതിന് സോംബിന്റെ ഇനി കുറച്ചും കൂടെ സെറ്റപ്പും കാര്യത്തിന് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഫോണിൽ പിന്നെ മെസ്സേജും കാര്യത്തിന് വന്നത് എടുത്ത് നോക്കാം. പക്ഷെ അപ്പൊ അടുത്ത ഞാൻ പറഞ്ഞ പോലെ തന്നെ സോംബിന്റെ കാലും കാര്യത്തിന്. അപ്പൊ ഇതും കുറച്ച് ചലഞ്ച് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഇതും കണ്ടെയ്നറുള്ള ചലഞ്ചും കാര്യത്തിന്. അപ്പൊ നമ്മൾ സ്ഥലം കാര്യത്തിന് മനസ്സിലാക്കുക. അപ്പൊ എന്തെങ്കിലും ബൈക്കും കാര്യത്തിന് എടുത്താൽ നമുക്ക് നേരെ ഇവിടുന്ന് ചാടിച്ചോ അല്ലാതെ റിട്ടേൺ പോകാൻ പറ്റില്ല. റിട്ടേൺ കുറച്ച് കൊടുക്കും കാര്യത്തിന്. അപ്പൊ ഇവിടുന്ന് ഒറ്റ ചാടിച്ച് നമ്മുടെ സ്ഥലത്തും കാര്യത്തിന് അങ്ങനെ എത്തിന്. പക്ഷെ ഇതാണ് സ്ഥലം കാര്യത്തിന്. അപ്പൊ ഇതും കണ്ടെയ്നർ കൊടുത്ത് അതിനും കാട്ടി ടാസ്ക് കാര്യത്തിന്. ഇത് എനിക്ക് വന്ന് പരിചയമില്ല. എന്നാലും നമ്മളൊന്ന് ചലഞ്ച് ചെയ്ത് നോക്കാം എന്ത് സംഭവം എന്നറിയില്ല. കുറച്ച് സ്പീഡ് കാര്യത്തിന് കുറച്ച് പോകാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണ്ടെയ്നറും കാര്യത്തിന്. എന്നാലും കുഴപ്പമില്ല. അത്ര ടാസ്ക് ഒന്നുമില്ല. എന്നാലും സിമ്പിളാണ്. ബെല്ല പോയ സിമ്പിളും കാര്യത്തിനാണ്. എന്നാലും ബെല്ല പോയാൽ മതി. എന്നാലും നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ടാസ്കും കാര്യത്തിനാണ് കാലും കാര്യത്തിന്. എന്നാലും സോംബി നമുക്ക് എങ്ങനെ ആവും നോക്കാൻ വേണ്ടി കുറച്ച് ടാസ്ക് കാര്യത്തിന് എടുക്കണം. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ചലഞ്ച് ഇവിടെ വരെ എത്തിയിരുന്നു. കുറച്ചും കൂടെ ചലഞ്ചും കാര്യത്തിന് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൂടെ കഴിഞ്ഞാൽ എത്തണേക്കണം. അപ്പൊ എന്തായാലും ഇത് ലാസ്റ്റ് ചലഞ്ച് കാര്യത്തിന് എനിക്ക് തോന്നുന്നു ഇനി സോംബിന്റെ ഒരു പാർട്സും കാര്യത്തിന് ഇല്ല തോന്നുന്നുണ്ട്. എല്ലാ പാർട്സും കാര്യത്തിന് നമ്മൾ എടുത്തുക്കണം. എന്തായാലും ഇത് ലാസ്റ്റ് തോന്നുന്നു. ഇനി ഏകദേശം അറിയില്ല. ഇനി മെസ്സേജ് വന്നാൽ മാത്രം അറിയില്ല. അപ്പൊ എന്തായാലും മെസ്സേജിൽ പറഞ്ഞ മാതിരി നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് സോംബിനെ കാണാൻ പറ്റും. സോംബി വർക്ക് ചെയ്യുന്നൊന്നും യാതൊരില്ല. അപ്പൊ എന്തായാലും ഫിനിഷ് ലൈനും കാര്യത്തിന് എത്തിക്കണേ. അപ്പൊ ലാസ്റ്റത്തെ കണ്ടെയ്നറും കാര്യത്തിന് ലാസ്റ്റത്തെ കണ്ടെയ്നർ മുകളിൽ ഞാൻ കയറിക്കണം. അപ്പൊ നമുക്ക് ഇറങ്ങി നോക്കാം. അപ്പൊ ഇറങ്ങി നോക്കിയാൽ മാത്രം ഇത് സക്സസ് ആവുള്ളൂ. അപ്പൊ എന്തായാലും ഇറങ്ങി നോക്കണം. അപ്പൊ എന്തായാലും അറിയില്ല. നമുക്ക് എയർപോർട്ടിലത്തെ ബിൽഡിംഗ് കയറി പോയി നോക്കിയാൽ മാത്രം മനസ്സിലാവും. അപ്പൊ എന്തായാലും കുറച്ചേരം വെയിറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ എയർപോർട്ടിലത്തെ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കാര്യത്തിന് എത്തിക്കണം. അപ്പൊ എന്തായാലും നോക്കരുത് സംഭവം നമ്മൾ എല്ലാ സാധനങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയാൽ മാത്രമേ ജോയിന്റ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ ബൈക്ക് എടുത്തുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകണം. എയർപോർട്ടിൽ പോയാൽ മാത്രമേ ജോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോയാൽ കത്തിച്ച് പോകണമെങ്കിൽ ശരി എയർപോർട്ടിലും കാര്യത്തിന് ഞാൻ എത്തിയിരുന്നു. അപ്പൊ എല്ലാം ഞാൻ ജോയിന്റ് ചെയ്യാനുള്ള പ്ലാനിങ് കാര്യത്തിന്. അപ്പൊ ഞാൻ കാല് ഫസ്റ്റ് ജോയിന്റ് ചെയ്തിരുന്നു. അപ്പൊ അതിൽ ജോയിന്റ് ചെയ്ത് സെറ്റപ്പ് ആയത്. അതുപോലെ താലും കൈയും കൂടെ ജോയിന്റ് ചെയ്തിട്ട് അപ്പൊ സോംബി കാര്യത്തിന് സക്സസ് ആയി നമ്മൾ നീച്ച് നിൽക്കും. അപ്പൊ സോംബിന് കാര്യത്തിന് നമുക്ക് ആക്കാൻ പറ്റും. അപ്പൊ സോംബിനെ ഇളക്കാൻ പറ്റുന്ന യാതൊരില്ല. അപ്പൊ സോംബി
കാര്യത്തിൽ നല്ല ഹൈറ്റിലും കാര്യത്തിലുണ്ട്. ഈ എയർപോർട്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ വലിയ വലിപ്പം കാര്യത്തില്ല. അപ്പൊ നമുക്ക് നേരെ ചെറുതായിട്ടൊന്ന് ഇളക്കി നോക്കാം. മൂവ് ചെയ്യുമെന്ന് നമുക്ക് നോക്കി നോക്കാം. മൂവ് ചെയ്യേണ്ട ഭാഗ്യമാണ്. അപ്പൊ അങ്ങനെ ഇളക്കി മൂവും കാര്യത്തിൽ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യുന്ന മാതിരി കാര്യത്തിൽ അപ്പൊ നമ്മളിവിടെ കൺട്രോൾ ചെയ്താണ് പുറത്തും കാര്യത്തിന് ഇറക്കുന്നത് വെച്ചാൽ അപ്പൊ നമുക്കൊരു പ്ലാനിങ് കാര്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് അടിച്ചു മാറ്റിയിട്ടുണ്ട്. ബീച്ച് സൈഡ് കാര്യത്തിൽ കൊണ്ടുപോയിട്ടത് ചെറിയൊരു പ്ലാനിങ് കാര്യത്തിൽ. അപ്പൊ അതിൽ നമുക്ക് പോലീസ് സ്റ്റേഷൻ എടുത്താണ് പോകാന്ന് വിചാരിച്ചാൽ പോലീസ് സ്റ്റേഷൻ കാര്യത്താണ് ഞാൻ നേരെ ബീച്ച് സൈഡ് കാര്യത്തിന് പോകണം. അപ്പൊ അതിൽ തോളും കാര്യത്തിന് വെച്ച് നല്ല കാനും കാര്യത്തിന്. പക്ഷെ സോംബി നല്ല ഹൈറ്റ് ഉണ്ടായത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും നമ്മൾ ബാക്കിൽ വെച്ചാണ് നമ്മൾ ബീച്ച് സൈഡിലും കാര്യത്തിന് അങ്ങനെ പോകുന്നത്. പക്ഷേ ബീച്ച് സൈഡിലും കാര്യത്തിന് എത്തി. അപ്പൊ എന്തായാലും ഇത് പറഞ്ഞിട്ട് നമുക്ക് നേരെ പുറത്തും കാര്യത്തിന്റെ പോകാന്ന് വെച്ചാൽ നിലത്തും കാര്യത്തിട്ടാണ് നമ്മൾ നേരെ നമ്മൾ പോകണം. അപ്പൊ നമ്മൾ സിറ്റിംഗ് കാര്യത്തിൽ മൊത്തം കറങ്ങി കളിച്ച് നല്ല ഹൈറ്റിൽ നോക്കാൻ സിറ്റിംഗ് കാര്യത്തിന് ഭംഗിയുണ്ട്. നമ്മൾ പണി സ്ഥലത്തും കാര്യത്തിന് എത്തിയത്. അപ്പൊ ഇവിടെ നമുക്ക് നേരെ ഈ കമ്പിമേൽ തൂങ്ങി നിൽക്കാന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ ചെറുതായി അപ്പൊ നമ്മൾ ഒറ്റ ചാട്ടിലെ കമ്പിമേൽ കാര്യത്തിൽ തൂങ്ങി നിൽക്കണം. അപ്പൊ എന്തായാലും വെറൈറ്റി ആണ് കമ്പിമേൽ കാര്യത്തിൽ തൂങ്ങി നിൽക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ തൂങ്ങി വെറുതെ നിൽക്കില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോനെ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് തരാൻ മറക്കരുത്. അപ്പൊ ഞാൻ വീഡിയോ കാര്യത്തിന് അപ്പൊ ചെറിയ സോംബി വീഡിയോ കാര്യത്തിൽ സോംബി നിങ്ങൾക്ക് ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് തരിക.